ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? യെസ്, അതായിരുന്നു ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു. സോ അതിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ ജേർണലിസം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ്. നമ്മൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിലോട്ട് എത്താറായി. ഓക്കെ, ഈ ഒരു സെക്ഷനോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ചില ആളുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മളിപ്പോ ഒരു സപ്പോസ് നമ്മൾ പറഞ്ഞു 1000 ഷെയർസിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. പക്ഷെ 1500 ഷെയർസ് വന്നു കഴിഞ്ഞാൽ അതിന് അത്രയും 1500 ആൾക്കാരിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ 500 എക്സസ് വന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ എക്സസ് നമ്മൾ എന്ത് ചെയ്യും, അലോട്ട്മെന്റ്, ഇത് അപ്ലിക്കേഷൻ മണിയാണ് വന്നത്, അലോട്ട്മെന്റിലോട്ട് എടുക്കുമെന്ന് പറഞ്ഞു. നമ്മളത് എങ്ങനെയാണ് അതിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ശരിക്കും ഈ അലോട്ട്മെന്റ് അവര് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നല്ലടാ, സാധാരണ തരാൻ സമയമായിട്ടില്ല, പക്ഷെ അഡ്വാൻസ് ആയിട്ട് തന്നത്. അപ്പൊ അതുപോലെ അഡ്വാൻസ് തന്നത്, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വിളിക്കും കോളിനാരി, എടാ അവര് പേയ്മെന്റ് ചെയ്താലുള്ള നമുക്ക് കിട്ടുക കമ്പനിക്ക്, അങ്ങനെ പേയ്മെന്റ് ചെയ്യാറ്. അപ്പൊ ഇതിനെ നമ്മൾ അരിയേഴ്സ്. അപ്പൊ രണ്ട് ചില ആളുകൾ പൈസ നേരത്തെ തരും, അതിന് നമ്മൾ അഡ്വാൻസ് എന്ന് പറയും. ചില ആൾക്കാർ പൈസ വൈകിട്ട് തരും, നമുക്ക് തരില്ല, അതിന് നമ്മൾ കോൾ ഇൻ അരിയേഴ്സ്. അപ്പൊ ഇങ്ങനെ ഓരോ കോൾസ്, അലോട്ട്മെന്റ് ആണെങ്കിലും അപ്ലിക്കേഷനിൽ അങ്ങനെ ഉണ്ടാവില്ല, കാരണം അത് അപ്ലൈ ചെയ്താലേ കിട്ടുള്ളൂ. സോ അപ്ലിക്കേഷനിൽ അത് വരില്ല, അലോട്ട്മെന്റിലും ബാക്കിയുള്ള കോൾസിലൊക്കെ വരാം. അപ്പോൾ ഇതാണ് കോൾ ഇൻ അരിയേഴ്സ് ആൻഡ് കോൾ ഇൻ. സോ ഇങ്ങനത്തെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇഫ് എ ഷെയർ ഹോൾഡേഴ്സ് പേ എവി ഓൺബോർഡ് കർവ് ബിഫോർ ഡിമാൻഡ് ദിസ് കോൾഡ് കോൾ ഇൻ അഡ്വാൻസ്. കമ്പനി ഡിമാൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരാൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അതിന് കോൾ ഇൻ അഡ്വാൻസ് എന്ന് പറയും. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലാണ് നമ്മൾ ഇട്ട് വെക്കുക. അതായത് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് നമ്മൾ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അതിന് പറയുന്നവരാണ് കോൾ ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ടുള്ള കിട്ടിയ പൈസ നമ്മൾ സൂക്ഷിക്കുന്ന അക്കൗണ്ട്, അതാണ് കോൾ ഇൻ അഡ്വാൻസ്. ഓക്കെ, the amount is not shown as capital of the company. അപ്പോൾ അഡ്വാൻസ് ആയി തന്നാൽ അപ്പോൾ തന്നെ നമ്മൾ ക്യാപിറ്റലോട്ട് കൊണ്ടുപോയില്ല. ഇനി കോൾ ഇൻ അഡ്വാൻസ് ഷോ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കണ്ടത്. ഷെയർ ക്യാപിറ്റൽ അല്ല, ലയബിലിറ്റി സൈഡ്, ഇക്വിറ്റിയിലല്ല കാര്യം. ഇവിടെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കമ്പനി ഇഷ്യൂഡ് ഷെയർസ് ഓഫ് 10, ഓൾറെഡി കോൾഡ് 5, അഗൈൻസ്റ്റ് അൺകോൾഡ് പോർഷൻ 5. ഒരു കമ്പനിക്ക് ഒരു ഷെയർ ഉണ്ട് 10 രൂപയുടെ, അതിൽ 5 രൂപ വിളിച്ചിട്ടുണ്ട്, 5 രൂപ വിളിച്ചിട്ടില്ല. The company makes call 3 per share. The entry call mean made only 3 per share. Now suppose a shareholder 5 per share including uncalled amount. ഒരാള് 3 രൂപക്ക് മാത്രമേ വിളിച്ചുള്ളൂ, പക്ഷെ അയാൾ എന്ത് ചെയ്തു പറയാം, ഈ വിളിക്കാത്ത ബാക്കി 2 രൂപയുടെ ഇല്ല, അതുകൂടി കൂട്ടിയാണ് പേ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദ പേഡ് ദ ഇത് പെർ ഷെയർ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വാൻസ് എമൗണ്ട്. ഇതിന് നമ്മൾ ലയബിലിറ്റി സൈഡാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതും, പിന്നെ നമ്മൾ എന്ത് എഴുതും, ഓക്കെ, ലയബിലിറ്റി പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ക്യാപിറ്റലിലോട്ട് ആഡ് ചെയ്യും. ഇത്രയും കാര്യം. ഇനി ദ കമ്പനി റിക്വസ്റ്റ് പേ ഇൻട്രസ്റ്റ്. സോ അങ്ങനെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. കമ്പനി ഇൻട്രസ്റ്റ് പേ ചെയ്യും. എത്ര പെർസെൻറ്റേജ്? 6% till the apportion. ക്യാപിറ്റലോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 6%, എത്ര എമൗണ്ട് ആണ് തന്നെ അതിന്റെ 6% പെർ ആനം, വർഷത്തിൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്കത് പേ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. സോ നോക്കിക്കോ, നമ്മള് കോൾ ഇൻ അഡ്വാൻസ്, നമുക്ക് കോൾ ഇൻ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഇങ്ങനെ എഴുതാം, ബാങ്ക് അക്കൗണ്ട് കോൾ ഇൻ. ബാങ്കിൽ അത്രയും പൈസ കൂടും, കോൾ ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂടും, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അഡ്വാൻസ് അല്ല, നമ്മൾ പിന്നെ അത് വിളിച്ചു, അപ്പൊ പിന്നെ അത് ക്യാപിറ്റലോട്ട് കൊണ്ടുതന്നെ. അപ്പൊ എങ്ങനെ അതിന്റെ അടുത്ത് എഴുതാൻ നോക്കിക്കോ, കോൾ അഡ്വാൻസ്. ഇപ്പൊ സപ്പോസ് ഫൈനൽ കോളിന്റെ എമൗണ്ട് ആണ് അഡ്വാൻസ് ആയിട്ട് അടച്ചെന്ന് വിചാരിച്ചു, അങ്ങനെ വെച്ചാൽ അതിന്റെ വരിക കോൾ ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു ഫൈനൽ കോൾ അക്കൗണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ
എന്ത് ചെയ്യും, അതിന്റെ ഇൻട്രസ്റ്റ് ബാങ്കിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് ആ അപ്പോഷൻ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഫൈനൽ കോളിലോട്ട് കൊണ്ടുവരുമ്പോൾ, ഓക്കെ, ഫൈനൽ കോളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾ ഇൻ അഡ്വാൻസ് ടു ബാങ്ക് ഉണ്ടോ, അവിടെ ഉണ്ടോ ടു ബാങ്ക്, അവിടെ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ കോൾ ഇൻ അഡ്വാൻസ് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. ബാങ്കിൽ അത്രയും പൈസ കുറയും. സോ അതെന്താണ്, ഒരു എന്താ പറയുക, ലയബിലിറ്റി. ബാങ്ക് അപ്പോൾ അത്രയും പൈസ കുറയും. സോ അസറ്റ് കുറഞ്ഞു. സോ ക്രെഡിറ്റ്. സോ ദാറ്റ്സ് കോൾഡ് ദ അഡ്വാൻസ്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇന്ത്യ സോഫ്റ്റ്വെയർ ലിമിറ്റഡ് 50,000 ഷെയർസ് ഓഫ് 10 each. 50,000 ഷെയർസ് ഓരോന്നിനും 10 രൂപ. ടു പബ്ലിക് പേബിൾ ആസ് 2 രൂപ അപ്ലിക്കേഷൻ, 3 രൂപ അലോട്ട്മെന്റ്, 2 രൂപ ഫസ്റ്റ് കോൾ ആൻഡ് ബാലൻസ് ഹാവ് ടു ബി വെൻ റിക്വയർഡ്. അതിന്റെ ബാലൻസ് എപ്പോഴാണ് റിക്വയർ ആവുന്നത്. അപ്പൊ ഇവിടെ എത്ര രൂപയ്ക്ക് വിളിച്ചിട്ടുള്ളൂ? 7 രൂപയുടെ കോളെ വിളിച്ചിട്ടുള്ളൂ. 2, 3, 5, 3, 7. All the shares were applied and duly allowed. എല്ലാവരും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, എല്ലാവരും അപ്ലൈ ചെയ്തു, കറക്റ്റ് ആയിട്ട് അലോട്ട്മെന്റും കഴിഞ്ഞു. മുകേഷ് ഷെയർ ഹോൾഡർ, മുകേഷ് എന്ന് പറഞ്ഞൊരു ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 200 ഷെയർസ്, 200 ഷെയർ ആണ് എന്ത് ചെയ്തത്, അവർ ഹോൾഡ് ചെയ്യുന്നത്. പെയ്ഡ് എൻറ്റയർ ബാലൻസ് ഓൺ അലോട്ട്മെന്റ് തന്നെ ബാക്കി. അലോട്ട്മെന്റിന് എത്ര രൂപ? 3 രൂപ ചോദിച്ചത്. ഈ 3 രൂപ കൊടുത്താൽ മതി ശരിക്കും. പക്ഷെ ഈ 3 രൂപ കൊടുക്കുന്നതിന് പകരം ബാക്കിയുള്ള ഫുള്ള് പൈസ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മേക്ക് ദ നെസസറി ചാർജ്. അപ്പോൾ ഫസ്റ്റ് അപ്ലിക്കേഷൻ മണിയിലൊന്നും ഡിഫറൻസ് വരില്ല, ഈ അഡ്വാൻസ് ആണെങ്കിൽ അരിയസ്. അപ്പോൾ അപ്ലിക്കേഷൻ നമ്മൾ സാധാ പോലെ ബാങ്ക് ഓഫ് ഷെയർ അപ്ലിക്കേഷൻ 2 രൂപ വെച്ചിട്ട് 50,000 ഷെയർ. അപ്പോൾ എത്രയായി? 1 ലക്ഷം രൂപ. അത് നമ്മൾ ഷെയർ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫറും ചെയ്തു. ഇനി ഷെയർ അലോട്ട്മെന്റിന് നമ്മൾ വിളിക്കുന്നു. ഷെയർ അലോട്ട്മെന്റിന് 3 രൂപ വെച്ചിട്ട് 50,000 ഷെയർസ്. അത് വിളിക്കുമ്പോൾ നമ്മൾ ഷെയർ അലോട്ട്മെന്റ് ഷെയർ ക്യാപിറ്റൽ. പക്ഷെ ബാങ്കിലോട്ട് വന്ന എമൗണ്ട് ഇതാണ്, 1 ലക്ഷത്തി അങ്ങനെ. മറ്റേ ആൾ കുറച്ച് അധികം അടച്ചില്ലേ, അയാൾ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും? പെയ്ഡ് അഡ്വാൻസ് 3 രൂപ ചോദിച്ചു. 200 ആള് 3 രൂപ ചോദിച്ചുള്ള അലോട്ട്മെന്റ്. പക്ഷെ അയാൾ ബാക്കി 2 രൂപ അപ്ലിക്കേഷൻ അയാൾ അടച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി 8 രൂപ അടച്ചിടക്കണമെങ്കിൽ, അതായത് 1,600 രൂപ അയാൾ അടച്ചു. ഇതിൽ അലോട്ട്മെന്റ് ആയിട്ട് ശരിക്കും എത്ര ചോദിച്ചുള്ളൂ? 200 × 3 രൂപ. അയാൾ ശരിക്കും എത്ര അടച്ചാൽ മതി? 600 രൂപ അടച്ചാൽ മതി. പക്ഷെ ബാക്കി 5 രൂപ അടച്ചുകൊണ്ട് 1000 രൂപ ഇയാൾ അഡ്വാൻസ് ആയിട്ട് അടച്ചാൽ വിളിച്ചിട്ടില്ല നമ്മൾ നേരെ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? അപ്പൊ ബാങ്കിലോട്ട് ആ പൈസ വന്നു. എത്ര വന്നിട്ടുണ്ടാവും? 1,51,000. ഇതിൽ ഒരു 1000 രൂപ അധികം ഉണ്ടല്ലോ. ശരിക്കും 1,50,000 വരാൻ പറ്റുള്ള അലോട്ട്മെന്റ്. കാരണം 3 രൂപ വെച്ചിട്ട് 50,000 ചെയ്തു. പക്ഷെ ഈ 1000 വരാനുള്ള റീസൺ എന്താ? അത് അയാൾ അഡ്വാൻസ് ആയിട്ട് അടച്ചതാണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് അടച്ചു. ഓക്കെ, അപ്പോ അതിന്റെ എൻട്രി എന്ത് വരിക? ബാങ്കിലോട്ട് എത്ര പൈസ വന്നിട്ടുണ്ടാവും? 1,80,000. ഷെയർ അലോട്ട്മെന്റിന് കോളിൻ അഡ്വാൻസ് 1000 കൊടുക്കും. അപ്പൊ ഈ കോളിൻ അഡ്വാൻസ് 1000 ഉണ്ടല്ലോ, അത് ലാബിലിറ്റി അക്കൗണ്ട് നമ്മൾ ആൾറെഡി ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതങ്ങനെ. അപ്പൊ ഈ എൻട്രി മനസ്സിലായോ? ഷെയർ അലോട്ട്മെന്റിലോട്ട് നമ്മൾ സാധാരണ ഇത് നമ്മളെ സാധാ എൻട്രിയാണ്. ഇതിലോട്ട് ഇവിടെ 1000 കൂടുതലുണ്ട്, അത് അഡ്വാൻസിലോട്ട്. ഇനി ഫസ്റ്റ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ക്യാപിറ്റലിലോട്ട് ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. 2 രൂപ വെച്ചിട്ട് ഷെയർ ക്യാപിറ്റൽ. പക്ഷേ ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് 2 രൂപ അല്ലേ, മറ്റേ ഫുള്ള് തന്നില്ലേ. അങ്ങനെ വെച്ചാൽ അയാളുടെ 2 × 200 400 രൂപ അക്കൗണ്ടിലോട്ട് വരും, ബാങ്കിലോട്ട് ഫസ്റ്റ് കോളിൽ ഇല്ല. അയാൾ ഓൾറെഡി എന്ത് ചെയ്തു? പൈസ തന്നു. അപ്പൊ അതിന്റെ എൻട്രി എന്ത് വരിക? ബാങ്ക് അക്കൗണ്ട് ടു എന്താ, ബാങ്കിലോട്ട് എത്ര വരുള്ളൂ? ഫസ്റ്റ് കോളിന് 1 ലക്ഷം വരില്ല, 99,400. ആ ബാക്കിയുള്ള 600 400 നമ്മൾ എവിടെ എടുക്കണം? കോളിന്റെ അഡ്വാൻസിന് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഷെയർ ഫസ്റ്റ് കോളിലേക്ക് 1 ലക്ഷം. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് അത് ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് 6%. ഇനി ഇതാണ് അഡ്വാൻസിന്റെ ട്രീറ്റ്മെന്റ്. ഇങ്ങനെയാണ് ചെയ്യുക. ഈ വാട്ട് ഈസ് കോളിൻ ആയിരിക്കും. ഇപ്പൊ നേരത്തെ പൈസ തന്നാൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ഇനി നമ്മൾ ചോദിച്ചത് പൈസ തന്നില്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യം?
when company send notice shareholders pay the allotment or call money. മറ്റേതിൽ പേയ്മെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ഏതില്? അപ്ലിക്കേഷൻ. കാരണം അപ്ലിക്കേഷൻ പൈസ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ പക്ഷെ അലോട്ട്മെന്റ് പണി അപ്ലൈ ചെയ്തു, എന്നിട്ട് അവർക്ക് ഷെയറും കിട്ടി. പക്ഷെ ഇത് അലോട്ട്മെന്റിന്റെ സമയത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ പൈസ അടക്കാതിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ടു പേ ദം വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്, ഒരു ടൈമും പറയുന്നുണ്ടോ, ആ ടൈമിൽ അവർ അടക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് വൺ മോർ ഷെയർ ഹോൾഡേഴ്സ്, ഒന്നോ ഒന്നിലധികമോ ആൾക്കാർ ഈ പൈസ കൊടുത്തില്ല, ദ അൺപെയ്ഡ് ബിക്കം ദ അരിയേഴ്സ് ഡ്യൂ ഫോർ, അവരെയാണ് നമ്മൾ അരിയേഴ്സ് ചെയ്യുന്നത്. The arrears are transferred to the account called calls in arrears. അരിയേഴ്സിനെ നമ്മളൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അതിനെ പറയുന്ന പേരാണ് കോൾ ഇൻ അരിയേഴ്സ്. ദ കമ്പനി ഓതറൈസ് ടു ചാർജ് ദ ഇൻട്രസ്റ്റ് ഓൺ പേഴ്സൺ, അവരേക്കൊന്ന് നമ്മൾ ഇൻട്രസ്റ്റ് മേടിക്കുമാണ്. കാരണം അവർ ഇനി അടക്കുകയാണെങ്കിൽ തന്നെ ഭാവിയിൽ ചിലപ്പോൾ അവർ അടക്കുമായിരിക്കും, അപ്പോൾ പൈസ ഇല്ലാതുകൊണ്ട് അടക്കാതിരുന്നതായിരിക്കും. പക്ഷെ അവർ ഭാവിയിൽ അടക്കുമ്പോൾ എത്ര 5% പെർ ആനന്ദമുള്ള ഇൻട്രസ്റ്റും കൂടെ അവർ കൂട്ടിയിട്ട് അടക്കുന്നതാണ്. മനസ്സിലായി? കാരണം ഡിലേ പേയ്മെന്റ് വരത്തില്ല. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോളോയിങ് ആണ് ജേണൽ എൻട്രീസ് കോൾ ഇൻ അരിയേഴ്സ്. താഴെ പറയുന്നതാണ് കോൾ ഇൻ അരിയേഴ്സിന്റെ ജേണൽ എൻട്രീസ്. ഫസ്റ്റ് കോൾ ഇൻ അരിയേഴ്സ് ടു കോളിംഗ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അതാണ് ഇപ്പോൾ അലോട്ട്മെന്റിന്റെ പൈസ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? കോൾ ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഇനി പൈസ തരുമ്പോൾ വെൻ അൺപെയ്ഡ് ബാലൻസ് റിസീവ്ഡ് ലേറ്റർ ഓൺ ദ ഫോളോയിങ്, അപ്പൊ അങ്ങനെ വെച്ചാൽ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ടു കോൾ ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇവിടെ നമ്മുടെ ക്യാഷ് അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൾ ഇൻ അരിയേഴ്സ്. ഓക്കെ, കോൾ ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. നമുക്ക് പൈസ കിട്ടാനുള്ള ഒക്കെ അസറ്റ്, പൈസ കിട്ടാനുള്ളതായതുകൊണ്ട് നമുക്ക് അസറ്റ്. പിന്നെ ബാങ്കിൽ ആ പൈസ വരും, അപ്പൊ പിന്നെ കോൾ ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കുറയും. ഇനി ചിലപ്പോൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കും. എങ്ങനെ വെച്ചാൽ ഇൻട്രസ്റ്റിന്റെ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റ് കോൾ ഇൻ അരിയേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ വർക്ക്ഔട്ട് ചെയ്യാം. എക്സ് ലിമിറ്റഡ് മെയ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് കോൾ 20 per share ഓൺ 1st July 2017 ഫസ്റ്റ് കോൾ ചെയ്തു. Zahir holding 200 shares failed to pay call on money. കോൾ എമൗണ്ട് കൊടുക്കാൻ വിട്ടുപോയി. He could pay the money on 31st December. അതായത് ജൂലൈയിൽ അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പൈസ കൊടുത്തത്. കമ്പനി ചാർജ് 12% പെർ ആനം. കമ്പനി ചാർജ് ചെയ്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12%. അതുപോലെ 5%. എനിക്ക് തോന്നണ്ട ഇത് 12% അല്ല ഇൻട്രസ്റ്റ്, 5% അല്ല 12% ആണ് ഇൻട്രസ്റ്റ് തോന്നുക. 12% പറയാം. നമ്മൾ നോക്കണം ഫസ്റ്റ് എന്ത് വരും? ഇവിടെ എത്ര രൂപ നമുക്ക് കിട്ടാതിരിക്കാം? 200 റുപ്യ വെച്ച് 20 അല്ലേ? നേരെ ഫസ്റ്റ് കോൾ 20 രൂപ, അങ്ങനെ 400 രൂപ നമുക്ക് കിട്ടാതിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 200 ഓക്കെ. അതുപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 240 ആണ്. ശരിക്കും നോക്കടാ, ഇവിടെ 200 അല്ല, 200 × 20 എന്ന് പറയുന്നത് 4000. ഇവിടെ ഇൻട്രസ്റ്റ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് ഇൻട്രസ്റ്റ് ഇപ്പൊ ഞാൻ 200 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് 20 രൂപയുടെ, അതായത് 4000 രൂപയുടെ ഷെയർസ്. ഇപ്പൊ ഞാനിത് ഇപ്പൊ 6 മാസം ഡിലേ ചെയ്തത്. ഒരു കൊല്ലത്തിന് ഈ 4000 രൂപയുടെ 12% എന്ത് ചെയ്യണം? ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കണം. 12% 12/100, 0 കട്ടാവും. സോ 40 × 12, 40 × 12 എന്ന് പറഞ്ഞാൽ 480. ഇത്ര ഒരു 480. അതായത് ഒരു വർഷം ഞാൻ ഈ 4000 രൂപയുടെ പെൻഡിങ് ഡിലേ ആക്കി കഴിഞ്ഞാൽ 480 രൂപ കൊടുക്കും. ഇവിടെ പക്ഷെ എത്ര മാസം? ജൂലൈയിൽ അവള് വിളിച്ചു,
ഡിസംബർ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, 6 മാസം. അത് 6 മാസമാണ് വാലിഡിറ്റി. അപ്പൊ 480 ഒരു വർഷം, പക്ഷെ അത് 6 മാസം ആയതുകൊണ്ട് അതിന്റെ പകുതി കൊടുത്താൽ 250. അപ്പൊ ഉണ്ടോ അതിന്റെ കാൽക്കുലേഷൻ ആണ് 4000 ഇൻറ്റു 12/100. ഇത് പെർസെൻറ്റേജ് കാണിക്കാറുണ്ട്, 12%. ഇവിടെ നോക്കണം, ഈ 6 എന്ന് പറയുന്നത് ഈ ഡിലേ ആക്കിയത് 6 മാസമാണ്. ടോട്ടൽ ഒരു വർഷത്തിൽ എത്ര ഉണ്ട്? ഇതെല്ലാം കൂടെ ഇന്ത്യയിൽ 200. ഞാൻ അതിന്റെ ലോജിക്കാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒക്കെ കാണാൻ അറിയുന്ന ഞാൻ വിചാരിക്കും. ഓക്കെ, അപ്പൊ അത് കൊടുക്കുമ്പോൾ അത് കമ്പനിക്ക് കിട്ടുമ്പോൾ എന്താ കമ്പനിയുടെ അക്കൗണ്ട് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ കോളിൻ അരിയസ്. ഓക്കെ, അത് മാത്രമേ ഇവര് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഇല്ലുസ്ട്രേഷൻ മാൻ. ഓക്കെ, അതോടുകൂടെ നമ്മൾ ഈ ചാപ്റ്റർ തീരും. ഇല്ലുസ്ട്രേഷൻ നമ്മുടെ ABC Limited issues 20,000 shares 10 each, payable on 2 per share. 20,000 ഷെയർസ്, ഓരോന്നിനും എത്ര രൂപ? 10 രൂപ. ഓക്കെ, 2 രൂപ അപ്ലിക്കേഷൻ, 5 രൂപ അലോട്ട്മെന്റ്, അതിൽ പ്രീമിയം ഉണ്ട്, 2 രൂപ പ്രീമിയം ആണ് കേട്ടോ. 3 രൂപ അപ്പോൾ അലോട്ട്മെന്റിനുണ്ട്. പിന്നെ 3 രൂപ ഫസ്റ്റ് കോൾ. അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ എത്രയായി? 10 രൂപ. ദ ബാലൻസ് ഫൈനൽ കോൾ. അപ്പൊ അതായത് ഒരു 2 രൂപ കൂടി ഉണ്ട്. ഇത് സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ. അപ്പൊ ഇവിടെ എത്രയാ ഒക്കെ പാടെ ഇപ്പോൾ കൂട്ടിയപ്പോ 12 രൂപയായി. അപ്പൊ 12 രൂപ, 2 രൂപ പ്രീമിയം, 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് കിട്ടും. ഓൾ ദ മണി റിസീവ്ഡ് എക്സെപ്റ്റ് ദ ഫസ്റ്റ് കോൾ മണി 400 ഷെയർ. 400 ഷെയർസിന്റെ ഫസ്റ്റ് കോൾ കിട്ടിയില്ല, അതായത് ഈ 3 രൂപ കിട്ടിയില്ല. വിച്ച് വാസ് റിസീവ്ഡ് ലേറ്റർ ഓൺ ദ ഫൈനൽ കോൾ. അത് ഫൈനൽ കോളിന്റെ ഒപ്പം കിട്ടും ചെയ്തു. ഓക്കെ, മേക്ക് ദ ജേർണി. അപ്പൊ ഫസ്റ്റ് ഇതിലൊന്നും ഒരു ഇതില്ല. ബാങ്ക് അക്കൗണ്ട് ഷെയർ അപ്ലിക്കേഷൻ 40,000, 2 രൂപ വെച്ച് 20,000 ഷെയർസ് കറക്റ്റ് ആയിട്ട് അവർ തന്നു. നമ്മളത് എന്ത് ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു 40,000 വെച്ച്. പിന്നെ അടുത്തതാണ് ഷെയർ അലോട്ട്മെന്റ്. ഷെയർ അലോട്ട്മെന്റിൽ എത്ര? 2 രൂപ പ്രീമിയവും 3 രൂപ എന്താണ് അലോട്ട്മെന്റ്. അപ്പൊ ഷെയർ അലോട്ട്മെന്റ് വിളിക്കുന്നത് നമ്മൾ എത്ര രൂപ? 5 രൂപ. അപ്പൊ അത് 5 ഇൻറ്റു 20,000. ഷെയർ അലോട്ട്മെന്റ് എന്ത് വരും? 1 ലക്ഷം. എന്നിട്ട് ഷെയർ ക്യാപിറ്റലിലോട് എത്ര പോകാൻ പറ്റുള്ളൂ? 3 രൂപ ഉള്ളൂ. 3 ഇൻറ്റു 20,000 60,000. ബാക്കി 40,000 എവിടോട്ട് പോകാം? നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റി പ്രീമിയം എന്താണ്. പിന്നെ ആ ഷെയർ അലോട്ട്മെന്റ് 1 ലക്ഷം വരുന്നു, അതിന്റെ അടുത്ത്. പിന്നെ ഫസ്റ്റ് കോൾ. ഈ ഫസ്റ്റ് കോൾ ചെയ്യുമ്പോൾ 3 രൂപ പെർ 20,000 ഷെയർസ്, 60,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി പൈസ ഇത്രയും വന്നോ? വന്നില്ല. 400 രൂപ തന്നിട്ടില്ല. അതായത് എത്ര? 400 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ തന്നിട്ടില്ല. എത്ര? 3 രൂപയാണ് എന്ത് നമ്മൾ അലോട്ട്മെന്റിന് അല്ല ഫസ്റ്റ് കോളിന് വിളിച്ചത്. അതായത് 1200 അല്ലാത്ത ബാക്കി എല്ലാ പൈസയും അവിടെ വന്നിട്ടുണ്ട്. ഈ 60,000-ൽ 1200 ബാങ്കിൽ വന്നില്ല. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് 1200 അല്ലാതെ വന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എൻട്രി ചെയ്യുക? ബാങ്കിൽ ഈ 60,000-ൽ 1200 അല്ലാതെ ഈ 60,000 ഇത് കുറച്ചാൽ 58,800. സോ അത്രയും ഉണ്ട്. കോളിൻ ഏരിയേഴ്സ് ആണ് അതിന്റെ എൻട്രി 58,800. കോളിൻ ഏരിയേഴ്സ് നമുക്ക് കൊടുക്കാനുള്ള പൈസ എത്ര? 1200. എന്നിട്ട് ഫസ്റ്റ് കോള് 60,000 അല്ലേ? അപ്പോൾ അത് സെറ്റ് ഓഫ് ആയി പോകുന്നുണ്ട്. കോളിൻ ഏരിയേഴ്സ് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ്, ബാങ്കും അസറ്റ് ആണ്. ബാങ്കിൽ ഇത്രയും വന്നിട്ടുണ്ടാവും, പക്ഷെ കോളിൻ ഏരിയേഴ്സ് 1200 ഉണ്ട്, ബാക്കി 60,000. എന്നിട്ട് ഫൈനൽ കോളിൽ നമ്മൾ ചെയ്തു 40,000 കൊണ്ട് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇയാൾ ഈ പൈസ കിട്ടും. ശരിക്കും 40,000 ഫൈനൽ കോൾ ചെയ്യുമ്പോൾ ബാങ്കിൽ വരാൻ പറ്റില്ല. പക്ഷെ ഈ 40,000 പ്ലസ് മറ്റേ 1,200 തരാത്തല്ലേ 1,200 തന്നു. അപ്പൊ എത്രയായി? 41,200 ആയിരിക്കും അക്കൗണ്ടിൽ വന്നത്. അപ്പൊ ഉണ്ടോ ബാങ്കിൽ എത്ര വന്നു? 41,200. അതിന് പക്ഷെ ശരി ഫൈനൽ കോളിലോട്ട് എത്ര പോകും? 40,000. പിന്നെ കോളിൻ അരിയേഴ്സ് വന്നതിന് 1,000. ഇതിന്റെ ഒക്കെ നോക്കിയാൽ നരേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട് വളരെ കൃത്യമായിട്ടുള്ള നരേഷൻസ് വരും. കാരണം നരേഷൻ ഇസ് ദ പാർട്ട് ഓഫ് ആൻസർ. ഓക്കെ, സോ ഇതാണ് കോളിൻ അരിയേഴ്സും കോളിൻ അരിയേഴ്സും. ഓക്കെ, ഇനി ഒരു ഇല്ലുസ്ട്രേഷൻ 10 കൂടെ ഉണ്ട്. ആ ഇല്ലുസ്ട്രേഷൻ 10 എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഓക്കെ.
ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ ഒന്നുമില്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലാണ്. ഇൻഡസ്ട്രി ലിമിറ്റഡ് തിരി ക്യാപിറ്റൽ ഓഫ് 50 lakh, ഇഷ്യൂഡ് 2000 ഇക്വിറ്റി ഷെയർസും 100 പേയബിൾ ഈച്ച്, അലോട്ട്മെന്റ് ഓഫ് ഫൈനൽ 9% പ്രിഫറൻസ് ഷെയർ. ഇതിപ്പോ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓക്കെ ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസും ആണെന്നുണ്ടെങ്കിൽ തന്നെ സെയിം മീനിങ് പ്രിഫറൻസ് ഷെയർ. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിഫറൻസ് ഷെയർസും കൂടെ അഡ്വാൻസ്ഡ് ഇതാണ്. അത് എങ്ങനെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അതുപോലെ തന്നെ. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ. ഇപ്പോൾ 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്യുന്നു. ഇക്വിറ്റി ഷെയർസിന് 5 lakh. നിങ്ങളിത് വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മേ ബി കുറച്ചുകൂടി മീറ്റിംഗ് മോർ ഡിഫിക്കൽട്ട് ഏരിയാസാണ്. സോ അല്ലാതെ ചെയ്താലും മതി. പറ്റുന്നവരൊക്കെ ഒന്ന് യൂസ് വായിക്കുക. ഓക്കെ, സോ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്താണ് കോളിംഗ് ഏരിയസ് എന്ന് പറഞ്ഞ തുടങ്ങിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ കുറേ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതോടുകൂടെ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി തോന്നുന്നു വിചാരിക്കും. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാവുന്നത്. നമ്മൾ ഇനി ആയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ ഡിസ്കസ് ചെയ്യും, എന്നിട്ട് നമ്മളിത് വായിക്കും. സോ ദ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയ ആണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ. ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. എന്താ ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ. കേട്ടോ, കാൾഡ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിൽ പഠിക്കാൻ? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ. ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ യൂസ് ദ ഷെയർസ് ക്യാൻ ബി ഫോർ ഫീച്ചർ. എപ്പോഴാണ് ഷെയർസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യാൻ പറ്റുക? അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ ഡിസ്കൗണ്ട്. അതിൻ്റെയൊക്കെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത് ഷെയർസ്. പ്രിപ്പയർ ദ റെലവെന്റ് അക്കൗണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് മീനിങ് ആൻഡ് ദ പ്രൊസീജിയർ. ഫോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർസ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സ് പേ ദ amount allotment due, call shares are issued, but the company board of directors decide to cancel her membership. അപ്പോൾ നമ്മുടെ ഒരാള് പൈസ പേ ആയി, എന്തെങ്കിലും റീസൺ കൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനി റൺ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കാണ് അവൻ എന്ത് ചെയ്യണ്ട, ഷെയർ കൊടുക്കണ്ട. ചിലപ്പോൾ അയാൾ വല്ല ഫ്രോഡ് എന്തെങ്കിലും കാണിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പൈസ അടക്കാത്തതുകൊണ്ടായിരുന്നു. എന്തെങ്കിലും റീസൺ കൊണ്ട് അയാൾ അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനി തീരുമാനിക്കണം അയാൾക്ക് ഷെയർസ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ഡിസൈഡ് ടു ക്യാൻസൽ. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാം അവരുടെ ഷെയർ ഹോൾഡേഴ്സ്. വിത്ത് ക്യാൻസലേഷൻ ദ ഡിഫോൾട്ടിംഗ് ഷെയർ ഹോൾഡേഴ്സ് ലോസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ഹിം ഫോർ സച്ച് ഷെയർ. അങ്ങനെയാണെങ്കിൽ ആ അടച്ച ആ ഷെയറിന് കൊടുത്ത പൈസ ഉണ്ടാവില്ല, ഷെയർ അപ്ലിക്കേഷൻ കൊടുക്കാതെ ഷെയർ കിട്ടില്ല, എന്തായാലും ആ അടച്ച പൈസ ആയിട്ട് നഷ്ടപ്പെടും, ഷെയർ ഹോൾഡേഴ്സ് നഷ്ടപ്പെടും. Thus the shareholders is the deprived or his membership നഷ്ടപ്പെടും ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് കോൾസ്. കോൾസ് ഇവിടെ അരിയേഴ്സ് ആയിട്ടും കുറേ കാലം കഴിഞ്ഞിട്ട് ഇതുവരെ ഇയാൾ ആ പൈസ കൊടുത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ഒരു എന്താ പറയുക ആ ഷെയറിന്റെ മുകളിലുള്ള ഫുൾ റൈറ്റ് ആയിട്ട് ഈസ് നോൺ ആസ് ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഷെയർ. ഇതിനാണ് ഫോർ ഫീച്ചേഴ്സ്. Cancellation of membership of a shareholder, reduction of issue share capital of company. അതിനാണ് നമ്മൾ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി ഷെയർസിന്റെ നമ്പർ ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് എന്താവും, റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ആവും, ക്യാപിറ്റൽ കുറയും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് എക്സാമ്പിൾ കൂടുതൽ താഴെ വരും. ഇനി ഫോർഫീറ്റ് ചെയ്യാൻ ദ അതോറിറ്റി ഓഫ് പ്രൊസീജ് ആർ ഗിവൺ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് എന്ത് അത് ഫോർഫീറ്റ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് അതോറിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗിവൺ അതിന് നോട്ടീസൊക്കെ നൽകണം, അറ്റ്ലീസ്റ്റ് 14 days. നോൺ പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഇതുവരെ നിങ്ങളുടെ പൈസ അടച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അതായത് വെറുതെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. Say the shareholder fails to the amount mentioned within the stipulated time, there shall be forfeiture. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യണം. The board of directors decide the forfeiture share passing the resolution. അതുപോലെ റെസൊല്യൂഷൻ പാസ് ചെയ്തു. റെസൊല്യൂഷൻ ആണോ ഇവിടെ
നമ്മൾ ഈ വോട്ടിങ്ങിന് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, വോട്ടിംഗ്. അപ്പോൾ വോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഇന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഫോർഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഫോർഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു? ക്യാൻസലിംഗ് ഓഫ് ഷെയർസ് ആണ്. പല പല കാരണങ്ങളാൽ ഫോർഫീച്ചേഴ്സിലോട്ട് പോകാം. ഒന്നാമത്തെ മെയിൻ റീസൺ ആണ് നോൺ പേയ്മെന്റ്, അതായത് ചോദിച്ച പൈസ ഷെയർ ക്യാപിറ്റൽ അടച്ചില്ല, അങ്ങനെയൊക്കെ ഫോർഫീച്ചേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ വേറെ എന്തെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും കാട്ടി അങ്ങനെയും ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ അക്കൗണ്ടിങ്ങിന് എങ്ങനെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിച്ചിരിക്കുക. സോ നോക്ക്, അക്കൗണ്ടിങ് യു ഹാവ് ലേൺ ദ ഷെയർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ ഡിസ്കൗണ്ട് പ്രീമിയം. ഷെയർസ് എന്ത് ചെയ്യും? പാറിനും ഡിസ്കൗണ്ടിനും പ്രീമിയത്തിനും കൊടുക്കാൻ പറ്റും. Okay. The accounting treatment of the forfeiture shares are features can be explained under. Okay. First നമ്മൾ issued at par. Issued at par ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഫോർഫീറ്റ് ചെയ്യുക? ഫോർഫീറ്റ് ചെയ്യാൻ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, when issued at par the forfeiture account treatment will be as follows. പറയുന്ന പോലെ എന്താണ്? Debit the credit capital account amount called up for share capital for the time of sale. എപ്പോഴാണ് ഈ ഫോർഫീച്ചർ ചെയ്യുന്നത്? അതുവരെ എത്ര എമൗണ്ടിന് കോൾ ചെയ്തിട്ടുണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടാവും. ഈ ക്യാപിറ്റൽ എമൗണ്ട് അത്രയും ഡെബിറ്റ് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ അത്രയും ഡെബിറ്റ് ചെയ്യണം. അതായത് എത്ര എമൗണ്ട് ആണോ കോൾ ചെയ്തത് അത്രയും എമൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ക്രെഡിറ്റ് ദ ഫോർഫീച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം വിത്ത് ദ എമൗണ്ട് റിസീവ്ഡ് അപ് ടു ദ ടൈം ഓഫ് ഫോർഫീച്ചർ. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് നമ്മൾ അയാളേക്ക് വാങ്ങി എന്നുള്ളതനുസരിച്ച് അത്രയും എമൗണ്ട് എന്ത് ചെയ്യണം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് അത്രയും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് അൺപെയ്ഡ് കോൾ അക്കൗണ്ട് വിത്ത് ദ എമൗണ്ട് ഓഫ് ഡ്യൂ ഫോർഫീച്ചർ അക്കൗണ്ട്. ഞാൻ പൈസ തരാത്ത എമൗണ്ട് ഇല്ലേ? ഓക്കെ, അതെന്ത് ചെയ്യണം? അൺപെയ്ഡ് കോൾസ് വന്നിട്ട് എന്ത് ചെയ്യണം? ആ എമൗണ്ട് എന്ത് ചെയ്യണം? കാണിക്കുന്നതാണ്. ഓക്കെ, ദിസ് ക്യാൻസൽസ് ദ എഫക്ട് ഓഫ് ദ ഡെബിറ്റ് ബാലൻസ്. ഇനി നോക്കണ്ട എങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട്. ജനറൽ ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഇവിടെ എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്? എത്ര എമൗണ്ട് ആണ് നമ്മൾ കോൾ ചെയ്തത്? അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റും, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഏതൊക്കെയാ വിളിച്ചോ? എത്ര എമൗണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഡെബിറ്റ് ചെയ്യണം ഷെയർ ക്യാപിറ്റൽ. അപ്പോഴാണ് എന്ത് ചെയ്യുക? ആ ഫോർഫീറ്റ് ക്യാൻസൽ ആവുക. ക്യാപിറ്റൽ അനുസരിച്ച് അത്രയും കുറയണ്ടേ നമ്മൾ ആ വിളിച്ചതിന്? അതിന് ഇല്ലല്ലോ ഷെയർ, ആ ഷെയർ ക്യാൻസൽ ചെയ്യല്ലോ ഫുള്ളായി. അപ്പൊ അത് എന്ത് ചെയ്യണം? അത്രയും ഇത് ഡെബിറ്റ് ചെയ്യണം ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, ഷെയർ ഫോർഫീച്ചർ. ഓക്കെ, പിന്നെ എമൗണ്ട് കോൾഡ് ബട്ട് നോട്ട് പെയ്ഡ്. വിളിച്ചത് പക്ഷെ വിളിച്ച് തന്നെ ചിലപ്പോൾ നമ്മൾ നോക്കടാ 10 രൂപയിൽ ഒരു ഷെയറിന്റെ കാര്യം പറയുന്നത് 8 രൂപ വിളിച്ചു എന്ന് വിചാരിച്ചു. അയാൾ ഈ 8 രൂപ വിളിച്ചു എന്നുണ്ടെങ്കിലും അതിൽ അയാൾ 7 രൂപ പേയ്മെന്റ് ചെയ്തു, 1 രൂപ അൺപെയ്ഡാ. അപ്പൊ അൺപെയ്ഡ് ഇവിടെ 1 വരും, ഷെയർ ഫോർഫീച്ചറോ എത്ര വരും? 7 വരും, ക്യാപിറ്റലോ 8. എത്രയാണ് വിളിച്ചത്? ഫുള്ള് ഇതാക്കാൻ വേണം. അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടാവില്ലേ? വിളിച്ചു, കോൾ ചെയ്തു, പക്ഷെ അത് സ്റ്റിൽ നോട്ട് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺപെയ്ഡ് കോൾസ് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിലായോ? മൂന്നാമത്തെ അക്കൗണ്ട്. ഇവിടെ 3 അക്കൗണ്ടാണ് ലാസ്റ്റ് പറഞ്ഞ വേണ്ടി. അൺപെയ്ഡ് കോൾസ് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് കോൾ ചെയ്തു പക്ഷെ വിത്തൗട്ട് പേയ്മെന്റ് ഇതുവരെയും ചെയ്തിട്ടില്ല. അങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യണം? അൺപെയ്ഡ് കോൾസ് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ദ എൻട്രി. അതോടുകൂടെ കഴിഞ്ഞു. പിന്നെ കോൾഡ് അപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് താഴെ പറയാം. നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കോൾ പെർ ഷെയർ. ഇപ്പോൾ ചിലപ്പോൾ 10 രൂപയിൽ 7 രൂപ വിളിച്ചിട്ടുണ്ടെങ്കിൽ 1000 ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ ചെയ്ത് എത്ര? 7000. ഈ എമൗണ്ട് പെയ്ഡോ? അയാൾ പെയ്ത് നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് പെയ്ഡ് പെർ ഷെയർ, ഒരു ഷെയറിന് എത്ര കൊടുത്തു, ഇതിന്റെ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ ടോട്ടൽ എത്ര പൈസ എമൗണ്ട് ചെയ്തു നമുക്കറിയാം. പിന്നെ എമൗണ്ട് കോൾഡ് ബട്ട് നോട്ട് പെയ്ഡ്, നമ്പർ ഓഫ് ഷെയർസ്, എമൗണ്ട് കോൾഡ് ബട്ട് നോട്ട് പെയ്ഡ്, വിളിച്ചു പക്ഷെ പൈസ കൊടുത്തു. ഇല്ലസ്ട്രേഷൻ വന്ന് നോക്കാം. ഓക്കെ, എന്താ ഇല്ലസ്ട്രേഷൻ ആണ്? എച്ച് ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 100 ഷെയർസ് 10 each. എച്ച് പറയുന്ന ഒരു ഷെയർ ഹോൾഡർ ആണ്. അയാൾ എന്തിന്റെ ഷെയർ ഹോൾഡറിന് 100 ഷെയർ 10 രൂപ, ഒന്നിന് എത്ര? 10 രൂപ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് അപ്ലിക്കേഷൻ മണി ഓഫ് 2 per ഷെയർ. അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു? 2 രൂപ കൊടുത്തു.
ആൻഡ് അലോട്ട്മെന്റും കൊടുത്തു. അലോട്ട്മെന്റ് 3 per share 3 രൂപ കൊടുത്തു. ബട്ട് ഫെയിൽ ടു പേ ദ ഫസ്റ്റ് കോൾ പേ ചെയ്തത് എത്ര രൂപ? 2 രൂപ കൊടുത്തില്ല ഇയാളുടെ അടുത്ത് ചിലപ്പോൾ പൈസ എന്തെങ്കിലും ഉണ്ടാവില്ല, കൊടുത്തില്ല എന്തായാലും. ആൻഡ് സെക്കൻഡ് കോള് എത്ര? 3 രൂപ. പക്ഷെ അത് കൊടുത്തിട്ടില്ല. ആൻഡ് അതും കൊടുത്തില്ല. ഹിസ് ഷെയർസ് വാസ് ഫോർഫിറ്റഡ്. അങ്ങനെ എന്ത് ഷെയർസ് ക്യാൻസൽ ചെയ്തു. മേക്ക് ദ ജേണൽ എൻട്രീസ് ഓഫ് റെക്കോർഡ് ഓഫ് ഷെയർ. അപ്പൊ ഈ ക്യാൻസൽ ചെയ്യുന്ന എൻട്രി ആദ്യം എന്ത് ചെയ്യണടാ? ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും അല്ലെ? ഇയാളുടെ ഫുൾ എഫക്ട് ഒഴിവാക്കും. ഇയാള് എത്ര രൂപ തന്നു? അപ്ലിക്കേഷൻ മണി തന്നു, അലോട്ട്മെന്റ് മണി തന്നു. അതായത് 5 രൂപ തന്നു. 10 രൂപയിൽ 5 രൂപ തന്നിട്ടുണ്ട്. ബാക്കി ഫസ്റ്റ് കോളും തന്നില്ല, സെക്കൻഡ് കോളും 5 രൂപ തരാനുണ്ട്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര? 10 രൂപ എന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട്, അതായത് 100 ഇൻറ്റു 10 1000 രൂപ ഷെയർ ക്യാപിറ്റൽ. ഇയാളുടെ ഫുള്ള് ഇപ്പൊ ശരിക്കും എത്ര ഉണ്ടാവുക ക്യാപിറ്റൽ? 1000 രൂപയാണ്. കാരണം 10 രൂപ വെച്ചിട്ട് 100 ഷെയർ എന്ന് പറയുമ്പോൾ 1000 രൂപ. ഇനി അതിൽ ഓരോന്നിലോട്ടും ഇനി അത് അലോക്കേറ്റ് ചെയ്യാം. ടു ഫോർഫീച്ചർ. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയുണ്ട്? പേ ചെയ്ത എമൗണ്ട് ആണ് ഫോർഫീച്ചർ. ഇയാൾ 5 രൂപ പേ ചെയ്തിട്ടുണ്ട് 100 ഷെയർ. അപ്പൊ എത്ര? 500. മനസ്സിലായല്ലോ? ടു ഷെയർ ഫസ്റ്റ് കോൾ പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പക്ഷെ കോൾ ചെയ്തപ്പോൾ തന്നെ ക്യാപിറ്റലോട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോൾ എന്ത് ചെയ്യണം? എഫക്ട് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഷെയർ ഫസ്റ്റ് കോൾ എത്ര? 200. കാരണം ഞാൻ ഫസ്റ്റ് കോൾ ആരില്ല, ഇയാളില്ല. എന്നിട്ട് ഷെയർ സെക്കൻഡ് കോൾ എത്ര? സെക്കൻഡ് കോൾ ഇയാൾ എത്ര കൊടുക്കുന്നുണ്ട്? 200. ഇതാണ് എന്ത്? അൺപെയ്ഡ് എമൗണ്ട്. അങ്ങനെ 500 രൂപ. അതായത് അതിലൂടെ ഷെയർ കോളിൽ ഇങ്ങനെ അത്രയും പെൻഡിങ് ഉണ്ടാവും. അതാണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഷെയർ ഫസ്റ്റ് കോൾ ഷെയർ ഫൈനൽ കോൾ. മനസ്സിലാവുന്നുണ്ട്? ഇനി അതാണ് ഇല്ലുസ്ട്രേഷൻ 2 അല്ല 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ. ഇനി ഇല്ലുസ്ട്രേഷൻ 2. What is illustration 2? Alpha Limited issued 10,000 shares. 10,000 ഷെയർസ്. ഓരോന്നിന് എത്ര? 100 രൂപ. അങ്ങനെ 10 ലക്ഷം. 25 രൂപ അപ്ലിക്കേഷൻ, 25 അലോട്ട്മെന്റ്, 20 ഫസ്റ്റ് കോള്, 30 ഉണ്ട് സെക്കൻഡ് ആണ് ഫൈനൽ കോൾ. ഓക്കെ. 9,000 shares were applied for the allotment. 9,000 shares. 10,000 ഉണ്ടായിരുന്നു, പക്ഷെ 9,000 ഷെയർസ് അവർ വിളിച്ചു. All the payments are received with the exception allotment of money. എല്ലാ പൈസയും എന്ത് ചെയ്തു? കിട്ടി. അലോട്ട്മെന്റ് മണി കിട്ടിയില്ല. ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ ഓൺ 300 ഷെയർസ് ഓൺ അലോട്ടഡ് ടു ഗണേഷ്. 300 രൂപ കിട്ടി. 300 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഗണേഷ് പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടില്ല. അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടാവും, അലോട്ട്മെന്റ് ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർഫീച്ചർ. അയാൾ ഇത്രയും കാലം പൈസ ഒന്നും തന്നില്ല. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് തീരുമാനിച്ചു? നമുക്കത് ഫോർഫീച്ചർ ഒഴിവാക്കാം. അതായത് ആ ഷെയർസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് തീരുമാനിച്ചു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യാം. മേക്ക് ദ ജനറൽ എൻട്രീസ്. അപ്പൊ അപ്ലിക്കേഷന്റെ ഇതിലൊന്നും എന്തുണ്ടാവില്ല, കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഫോർഫീച്ചർ മാത്രമേ. അപ്പൊ 300 ഷെയർ ഇൻറ്റു 100 30,000 രൂപ. ഇതില് അയാൾ പേ ചെയ്ത എമൗണ്ട് ഏതാ? പേ ചെയ്തത് ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് 300 ഇൻറ്റു 25 അത് എത്ര വരും? 7,500. 7,500 രൂപ മാത്രം. 30,000 രൂപ അയാൾ കൊടുക്കണമായിരുന്നു. കാരണം 100 രൂപ വെച്ചിട്ട് 300 ഷെയറിന് 30,000 വേണം. പക്ഷെ 7,500 മാത്രമേ അയാൾ അപ്ലിക്കേഷൻ മണി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്ലിക്കേഷൻ മണിയുടെ അപ്പോൾ കൊടുത്തു. അപ്പൊ എന്താ പറയാ, എത്രയാണോ പേ ചെയ്തത് അതാണ് ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട്. ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര കൊടുക്കണം? 7,500. പിന്നെ അലോട്ട്മെന്റിന്റെ 7,500 കൊടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ക്രെഡിറ്റ് ചെയ്യാം. എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഫസ്റ്റ് കോള് 6,000 കൊടുക്കാറുണ്ട്, സെക്കൻഡ് കോള് അപ്പൊ അയാൾ കംപ്ലീറ്റ് ഇതാണ്. മനസ്സിലായി? ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അൺപെയ്ഡ് ഇതിലോട്ടുകൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഫോർഫീച്ചേഴ്സ് ഓഫ് ഷെയർസ് ഓൺ പ്രോ-റാറ്റ ബേസിസ്. ഓക്കെ, എങ്ങനെയാണ് പ്രോ-റാറ്റ ബേസിസിൽ ഫോർഫീച്ചർ? In the case of share being oversubscribed, one of the scheme allowed share application allowed the ratio of their application entered the company. The number of shares was offered to the subscriber. This called the allotment of share pro-rata basis. In the pro-rata basis allotment, excess money is allowed to transfer share allotment shareholder. In the case of shareholder make the payments on allotment following the risk.
ഇവിടെ നോക്കിക്കോടാ, ഒരാള് 100 ഷെയറിന് അപ്ലൈ ചെയ്തു. പക്ഷെ ഇയാൾ ഇതിന്റെ അപ്ലിക്കേഷൻ മണിയൊക്കെ കൊടുത്തു. പക്ഷെ ഇയാൾ എന്ത് ചെയ്തില്ല, പിന്നെ ബാക്കി പൈസ കൊടുത്തു. അങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യുന്ന ഇയാളുടെ കുറച്ച് ഷെയർസ് ആണ് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഒരു 25 ഷെയർസ് ആക്കി മാറ്റി നിൽക്കുക. എന്നിട്ട് ഈ അപ്ലിക്കേഷൻ മണി കൊടുത്തതുണ്ടാവില്ല, അത് ഇതിനെന്ത് സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ അലോട്ട്മെന്റ് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഇൻടു ഷെയർ അലോട്ടഡ് ടു ഡിഫോൾട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് അലോട്ടഡ്. ഓക്കെ, എക്സസ് അപ്ലിക്കേഷൻ റിസീവ് നമ്പർ ഓഫ് ഷെയർസ്. ഒരു ഇല്ലുസ്ട്രേഷനൂടെ നോക്കാം, അതായിരിക്കും ഒന്നും എളുപ്പം. സോ നോക്കിക്കോ, ഇല്ലുസ്ട്രേഷൻ 3. The company has offered a subscription of public 10,000 shares. 10,000 ഷെയർസ് ഓഫർ ചെയ്തു. ഓഫ് ഈച്ച് 10 രൂപ, ഓരോന്നിനും എത്ര രൂപയാണ്? 10 രൂപ വെച്ച്. If has received application 15,000 shares നൽകുന്നു. Company has decided to allot shares on the basis of pro rata basis. Pro rata basis ഇവരെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. ഗുകേഷ് ഹോൾഡിംഗ് 200 ഷെയർ failed to pay allotment money and first call money. Her shares was forfeited. 200 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഗുണാക്ഷി എന്ന് പറയുന്ന ഒരാളുടെ ഇതെന്ത് ചെയ്തു? ഫോർഫിറ്റ് ചെയ്തു ആ 200 ഷെയർസ്. അയാൾ എന്താണ്, അലോട്ട്മെന്റ് മണിയും കൊടുത്തിട്ടില്ല, ഫസ്റ്റ് കോൾ കൊടുത്തിട്ടില്ല. ഹർ ഷെയർസ് വാസ് ഫോർഫിറ്റഡ്, ക്യാൻസൽ ചെയ്തു. എമൗണ്ട് പേയബിൾ ആസ് അണ്ടർ. 2 രൂപ അപ്ലിക്കേഷൻ, 3 രൂപ അലോട്ട്മെന്റ്, 5 രൂപ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ മേക്ക് ദ ജേർണലിസ്റ്റ് പ്രിപ്പയർ ദ റെലവന്റ് അക്കൗണ്ട് ബുക്ക് ഓഫ് കമ്പനി? എങ്ങനെയാണ് നമ്പർ ഓഫ് ഷെയർ അപ്ലൈഡ് ഗുണാക്ഷി എത്ര എണ്ണ? 15,000. എത്ര നമ്പർ ഓഫ് ഷെയർസാ? 200 ഷെയർസാ. ഓക്കെ, അതായത് ശരിക്കും നമ്മൾ വിചാരിക്കുകയാണ് 300 ഷെയർ ആണ് സപ്പോസ് ഗുണാക്ഷി അപേക്ഷിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ എത്ര ഷെയർസ് മാത്രമേ അയാൾക്ക് കിട്ടിയുള്ളൂ? 200 ഷെയർസ്. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് എത്രയാണ്? 300. അപ്പോൾ പക്ഷെ അതിൽ 200 കിട്ടിയുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ കണ്ടത്. അതെങ്ങനെ കാണാം? നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് എത്ര, അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ്, എത്ര നമ്പേഴ്സ് ആണ് അപ്ലൈഡ് എന്ന് പറയുന്നത്, ഇൻറ്റു ഷെയർ അലോട്ടഡ്, എത്ര ഷെയർ അലോട്ടഡ്, ടോട്ടൽ ഷെയർ അലോട്ടഡ്. മനസ്സിലാടാ? കേട്ടോ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ അപ്ലൈഡ് എത്ര? 15,000 ഷെയർ അപ്ലൈ ചെയ്തു. എത്ര അലോട്ട് ചെയ്തത്? 15,000. ഈ ഗുണാക്ഷി എത്ര? 200. അതായത് 300 ഗുണാക്ഷി കൊടുത്തിട്ട് എത്ര ഷെയർ കിട്ടിയുള്ളൂ? 200. അതായത് ഇപ്പൊ നോക്കാം, 15,000 ഉണ്ടായിരുന്നു, 10,000 എടുത്തു നോക്കും. ഇപ്പൊ എല്ലാത്തിനും അങ്ങനെ ഒരു കുറച്ചാൾക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ 15,000 10,000 എന്ത് ചെയ്തു? ഗുണാക്ഷിയുടേത് കിട്ടി. ഓക്കെ, 10,000 200 രൂപ നമ്മൾ റിട്ടേൺ ചെയ്തു. കാരണം 200 ഷെയർസ് 10,000. ഇപ്പൊ നമ്മുടെ 15,000 ഷെയർസ്, 15,000 ഷെയർസിൽ 10,000 അവധി ചെയ്തു. 15,000 എത്ര 5,000 ഉണ്ട്? 3,500. 10,000 2. അതായത് 3 വേണമെന്ന് പറഞ്ഞവർക്ക് 2 കൊടുത്തോളൂ. 3 വേണമെന്ന് പറയുന്നവർക്ക് 2. അതായത് മനസ്സിലാക്കാം, 15,000 ഷെയർസിന് അപ്ലൈ ചെയ്തു, പക്ഷെ എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 10,000. അതായത് അവിടെ 15,000 10,000 ആക്കി കുറച്ചു. അതായത് 3 ഷെയർ ലോണിക്കൊക്കെ 2 കൊടുക്കും. മനസ്സിലായോ? 6 ഷെയർ ലോൺ എത്ര കൊടുത്തിട്ടുണ്ടാവും? അല്ലെ, 3 2 കൊടുക്കുക, 6 4 കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? അതായത് 3 ഇവിടെ കട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പൊ 3 കൊടുത്താണ്, 3 എന്ന് പറയുന്നത് 1 കട്ട് ചെയ്യും. അതേപോലെ 200 ഷെയറിന് ആര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും? ഗുണാക്ഷി അപ്ലൈ ചെയ്തു. പക്ഷെ കിട്ടിയത് എത്ര? 200. അതിന് 3 കട്ട് ചെയ്തു. അതായത് ഇവിടെ 100 രൂപയുടെ അപ്ലിക്കേഷൻ മണി അപ്പൊ കയ്യിലുണ്ട് അമ്മ. മനസ്സിലായോ? കാരണം 300 അപ്ലൈ ചെയ്തോണ്ട്. അതായത് അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് എത്ര? ഇവിടെ 2. അതായത് 100 × 2 200 രൂപ അപ്ലിക്കേഷൻ മണി ഉണ്ട്. അതുകൊണ്ടോ ഇനി നോക്കടാ, എക്സസ് അപ്ലിക്കേഷൻ റിസീവ്ഡ്. അതായത് 300 ഷെയർസ്, അതായത് 100 ഷെയർസിന് അധികം കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് 200 ആവശ്യമുള്ളൂ, 100. അപ്പൊ ആ 100 രൂപ എക്സസ് അപ്ലിക്കേഷൻ എമൗണ്ട് റിസീവ്ഡോ 100 ഷെയർസിന് 2 രൂപയും കിട്ടി, 200 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗുണാക്ഷിയുടെ 200 അപ്ലിക്കേഷൻ കഴിഞ്ഞാലും 100 നമ്മളെ കയ്യിലിരിക്കും. സോ അത് വെച്ചിട്ട് അത് 200 രൂപ. എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് എത്ര രൂപ? 600 രൂപ. കാരണം 200 ഷെയറിന് 300 രൂപ വെച്ച് 600 രൂപ. പക്ഷെ അത് തന്നവർ ഇല്ല. അപ്പോൾ എക്സസ് സമയം അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ 200. അതായത് പിന്നെ എത്ര അലോട്ട്മെന്റ് തരാനുണ്ടാവില്ല, സാധാ ചെയ്യുന്നത്.
പക്ഷെ ഇവിടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എങ്ങനെയാണ് നമ്പർ ഓഫ് ഷെയർസ് ഗുണാക്കി കാണുന്നത്. അതായത് ഏത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ അപ്ലൈഡ്. ഫസ്റ്റ് നോക്കണേ എത്ര ആൾക്കാർ അപ്ലൈ ചെയ്തു, അതാണ് ഈ മുകളിൽ വേണ്ടത്. എത്ര നമ്മൾ അലോട്ട് ചെയ്തു അല്ലെ? 15,000 ആൾക്കാർ അപ്ലൈ ചെയ്തു, ഷെയർസിന് അപ്ലൈ ചെയ്തു. നമ്മൾ എത്ര കൊടുത്തുള്ളൂ? 10,000. അപ്പൊ അതാണ് താഴെ. ഇൻറ്റു നമുക്ക് അലോട്ട് ചെയ്തു, നമുക്ക് എത്ര കിട്ടി, അതാണ് ഇൻറ്റു. 200 എന്ന് പറയുന്നത് നമുക്ക് ഗുണാക്ഷിക്ക് കിട്ടിയത് 200. ഇനി ജനറൽ ബേസ്. അപ്പൊ ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ. ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരും? 30,000. ഓക്കെ, 15,000 ഷെയർസിന് 2 രൂപ കിട്ടുന്നു. അപ്ലിക്കേഷനിൽ നമ്മൾ 30,000 ഷെയർ അപ്ലിക്കേഷൻ വരും. പക്ഷെ ഷെയർ ക്യാപിറ്റൽ ഫുൾ കൊടുക്കുമോ? ഇല്ല. കാരണം 15,000-ന് 2 രൂപ നമ്മൾ വെച്ചു, പക്ഷെ 10,000 ഷെയർസ് കൊടുത്തുള്ളൂ. അപ്പൊ 20,000 ബാക്കി ഷെയർ അലോട്ട്മെന്റിലോട്ട് ഇടും. 10,000. ഓക്കെ, അപ്പോൾ ഷെയർ അലോട്ട്മെന്റിലോട്ട്. ഇനി ഷെയർ അലോട്ട്മെന്റ് വിളിക്കും. ഷെയർ അലോട്ട്മെന്റ് വിളിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. 10,000 ഷെയർസ് 3 രൂപ വെച്ച് ഇതിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ പക്ഷെ അതിൽ ഫുൾ എമൗണ്ട് വരുമോ? ഇല്ല. 2 കാര്യങ്ങൾ വരില്ല. ഒന്നെന്ന് പറയുന്നത് 400 രൂപ 600 രൂപ ആള് തരേണ്ടതായിരുന്നു. അതിൽ ഗുണാക്ഷി 400 രൂപ കൊടുത്തില്ല. അപ്പോൾ ഈ 30,000-ല് 10,000 ആൾറെഡി നമുക്ക് അപ്ലിക്കേഷനിലൂടെ കിട്ടി. അപ്ലിക്കേഷനിലൂടെ അലോട്ട്മെന്റിലേക്ക് ഒരു 10,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 30,000-ല് 10,000 ആൾറെഡി കിട്ടി. അപ്പൊ 20,000 ശരിക്കും ബാങ്കിൽ വരാൻ പറ്റും. ബാങ്കിൽ വരുള്ളൂ 20,000. പക്ഷെ 20,000 മൂന്നും പ്രശ്നമുണ്ട്. ഗുണാക്ഷി എന്ന് പറഞ്ഞ ആള് ഫുൾ അലോട്ട്മെന്റ് തന്നിട്ടില്ല. അതായത് 600 രൂപ തരേണ്ടായിരുന്നു. അതിൽ 200 രൂപ നമുക്ക് എവിടുന്ന് കിട്ടിയിട്ടുണ്ട്? അപ്ലിക്കേഷൻ മണിയിൽ പുള്ളിയുടെ കുറച്ച് ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടി. അപ്പൊ അതിൽ 400 രൂപ പെൻഡിങ് ഉണ്ട്. അപ്പൊ ആ 200 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടില്ലേ? അതായത് 400 രൂപയുടെ എന്തുണ്ട്? അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ഗുണാക്ഷി തരാതെ. അത് ഈ കാൽക്കുലേഷൻ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് പോകണം. അപ്പൊ എത്രയേ വരുള്ളൂ? 19,600 ബാങ്കിൽ വരുള്ളൂ. 400 രൂപ ആര് തന്നിട്ടില്ല? ഗുണാക്ഷി തരാത്തതുകൊണ്ടാണ് 20,000 വരാം. അല്ലെങ്കിൽ എത്ര വരുമായിരുന്നു? 20,000. പിന്നെ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചു, ക്യാപിറ്റലോട്ട് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തു. അതും പുള്ളിക്കാരൻ തന്നില്ല. ബാങ്കിൽ അപ്പോഴും ഉണ്ടോ 1,000 രൂപ വരാത്ത കിടക്കണുണ്ടോ? അത് ആരുടേതാണ്? 5 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, കാരണം ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര രൂപ വെച്ചിട്ടാ? 5 രൂപ വെച്ചിട്ട്. ആ 5 രൂപ 200 ഷെയർസിന്റെ കിട്ടിയില്ല. ആ 1000 ആണ് ഇവിടെ കമ്മി വരുന്നത്. വിളിച്ചപ്പോൾ 50,000 വിളിച്ചു. പക്ഷെ ഇവിടെ ഉണ്ടോ? ഇവിടെ 49,000 ബാങ്ക് വന്നോളൂ. ഗുണാക്ഷി കൊടുക്കാത്തതുകൊണ്ടാണ് അത് 50,000 ആവാം. പിന്നെ ഷെയർ ക്യാപിറ്റൽ എത്ര? ഇനി ഫോർ ഫീച്ചറിന്റെ എൻട്രിയാണ്. ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടാവുക? 200 × 20. അപ്പോൾ 10 2,000 രൂപ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഫോർ ഫീച്ചർക്ക് എത്ര ഇയാൾ പേ ചെയ്തത്? 600. ഈ 600 ഏതാ? അല്ലെ, 600 300 അതിന് അപ്ലൈ ചെയ്തിരുന്നു. ആ 600. പിന്നെ ഷെയർ അലോട്ട്മെന്റ് 400 രൂപ കൊടുക്കാണ്ട്. അപ്പോൾ അതിന്റെ എഫക്ട് ഒഴിവാക്കായിരുന്നു. ഷെയർ ഫൈനൽ കോൾ 1000 രൂപ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിന്റെ ഇന്ത്യ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന്റെ എൻട്രി മനസ്സിലായോ? മനസ്സിലാക്കണം കേട്ടോ. ഷെയർ ക്യാപിറ്റൽ 2,000. ഇതിന്റെ ഓരോ ഫീച്ചർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ എപ്പോഴും അയാൾ എത്രയാണോ പേ ചെയ്തത് അതാണ് ഉണ്ടാകും. നമ്മൾ കണ്ടോ, ഷെയർ ക്യാപിറ്റൽ 300 അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുണാക്ഷി. പക്ഷെ നമ്മൾ എത്ര കൊടുത്തുള്ളൂ? 200. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ നമുക്ക് 200 രൂപ എക്സ്ട്രാ കിട്ടും. സപ്പോസ് 200 അപ്ലൈ ചെയ്തിട്ട് 200 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കിട്ടില്ല. ഓക്കെ, ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ താഴെ വർക്കിംഗ് നോട്ടും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് നോക്കാം. ഇനി നോക്കണം ലെഡ്ജർ ബാങ്കിൽ നോക്കേ പൈസ വന്നത്. അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് എന്ത് വന്നു? ഫസ്റ്റ് കോളിന് 40,000 അങ്ങനെ 98,600 രൂപ വന്നു. ഷെയർ അപ്ലിക്കേഷനൊക്കെ എന്ത് ചെയ്തു? അത് ക്ലോസ് ആയി പോയിട്ടുണ്ട്. അതിൽ 10,000 രൂപ ഉണ്ട് ഷെയർ അലോട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്ലിക്കേഷനിൽ ഷെയർ അലോട്ട്മെന്റ് ഫസ്റ്റ് കോൾ. ഇവിടെ ഉണ്ടോ ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ 600 രൂപ അലോട്ട്മെന്റ് 400 രൂപ ഉണ്ടോ ഫൈനൽ കോളിൽ. ഇത് ആരുടെ? ഇവിടെ ഒരു 2,000 രൂപ ഉണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ? ഈ 2,000 എന്ന് പറയുന്നത് ആ ഗുണേഷിന്റെ ആ ക്യാപിറ്റലിന് ഒഴിവാക്കിയതാണ്. അതിൽ 600 രൂപ ഫോർ ഫീച്ചർ അക്കൗണ്ടിലോട്ട് പോയി. 400 രൂപ അലോട്ട്മെന്റിലോട്ട് എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഫൈനൽ കോളിൽ 1 രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഫുൾ 1000 രൂപ. അങ്ങനെ ഫുൾ എഫക്ട് എവിടെ വന്നു? ഷെയർ ക്യാപിറ്റൽ ഫുൾ ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ, ഇനിയിപ്പോൾ അയാളുടെ ഒരു എഫക്റ്റ് ഇല്ല. പിന്നെ ഷെയർ അലോട്ട്മെന്റിലോ? ഷെയർ അലോട്ട്മെന്റ് പിന്നെ ഷെയർ ക്യാപിറ്റൽ
അതിൽ അപ്ലിക്കേഷനിൽ 10,000 ഉണ്ടായിരുന്നു, ആ 10,000. പിന്നെ ബാങ്കിൽ പക്ഷെ 19 ഇരുന്നുള്ളൂ. പിന്നെ ഷെയർ ക്യാപിറ്റൽ ഇതെന്താ ആ ഗുണാക്ഷി തരാത്തത് 400 രൂപ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ എന്താ, അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ബാങ്കിൽ വന്നിട്ടില്ല. ഇവിടെ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആരുടെ ഗുണാക്ഷിയുടെ കിട്ടാത്ത പൈസയാണ്. ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ 600 രൂപ. 600 രൂപ ആക്ച്വലി ലാഭമാണ്. ഇതിൻ്റെ ബാലൻസ് ഷീറ്റും ഉണ്ട്. ബാലൻസ് ഷീറ്റ് ആരാത്ത ഇത് ഓതറൈസറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ എന്ത് കഴിഞ്ഞു, പാർന്ന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചർ യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എങ്ങനെയാണ് ഫീച്ചർ ചെയ്യാന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ആ 2 കേസിൽ കൂടി നമ്മൾ അതുകൂടെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ക്യാൻസലിങ്. ഇപ്പോൾ ഫോർ ഫീച്ചർ ഒന്നുകൂടെ ക്ലാസ്സിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് സെറ്റ് ആക്കാനായിട്ട്. സോ ദാറ്റ്സ് ഫോർ ടുഡേ.